പഠിക്കാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വോയിഡ് പോയിന്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് വോയിഡ് പോയിന്റർ, എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ. ഓക്കെ, ഫസ്റ്റ് കോഡിലേക്ക് വരുന്നതിനേക്കാൾ മുന്നേ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, വോയിഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനറിക് പോയിന്റർ ആണ്. ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നോർമൽ പോയിന്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഓരോ ഡാറ്റ ടൈപ്പ് സ്പെസിഫിക് ആയിരിക്കും. അതായത് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ പോയിന്റർ ആയിരിക്കും, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ പോയിന്റർ, ക്യാരക്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ വോയിഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇതിലേക്കും പോയിന്റ് ചെയ്യാൻ പറ്റും, ഏതൊരു ഇൻറ്റിജറിലേക്കും അല്ലെങ്കിൽ ഏതൊരു ഡാറ്റ ടൈപ്പിലേക്കും നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ജനറിക് പോയിന്റർ ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലോക്ക് കല്ലോക്ക് എന്നൊക്കെ ഉള്ളതിന്റെ എന്ന് പറഞ്ഞാൽ എന്താ സൈസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് പോയിന്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് ഇല്ല, അത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ആയിരിക്കും ഡീറഫറൻസിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ വോയിഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. വോയിഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലോക്ക്, ഞാൻ പറഞ്ഞു മല്ലോക്ക് കല്ലോക്ക്, അപ്പൊ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റർ ആണ്. അപ്പൊ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വോയിഡ് പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫങ്ഷൻസ്, ജനറിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ജനറിക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോയിഡ് പോയിന്റർ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡാറ്റ ടൈപ്പിലേക്കും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് വഴി. ഓക്കെ, ഇനി അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ സിൻടാക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് എന്ന് എഴുതുക, പിന്നെ എന്താണ് സ്റ്റാർ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റർ നെയിം. ഓക്കെ, ഈ വോയിഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറിയിലേക്കാണ് നമ്മൾ പോയിന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ മെമ്മറിയിലേക്ക് ആയിരിക്കും പോയിന്റ് ചെയ്യുക. അത് എന്ന് പറഞ്ഞാൽ വേറൊരു ഡാറ്റ ടൈപ്പ് ആവും. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റർ, വോയിഡ് പോയിന്റർ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യുന്നത്. അസൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിലായിരിക്കും അതിന്റെ വാല്യൂസ് ഉണ്ടാവുക. ഇനി എന്തിനാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ, ഇത് ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടറിലേക്ക് ഇവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. കാരണം PTR എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിഡ് ആണ്. അപ്പൊ അതിന് പറഞ്ഞാൽ പ്രത്യേക സൈസ് ഇല്ല. എല്ലാ പോയിന്ററിനും ഒരേ സൈസ് തന്നെ ആയിരിക്കും, പക്ഷെ വോയിഡിന് അറിയില്ല ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത്. അപ്പൊ വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡീറെഫറൻസ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എത്ര അഡ്രസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അത് പറഞ്ഞാൽ ഇന്റിജറിലേക്ക് മാറ്റും. അപ്പൊ ഇന്റിജറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ബൈറ്റ് സൈസ് എന്നുള്ളത് ഈ PTR മനസ്സിലാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറെഫറൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പൊ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതിയുള്ളത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡ് A=10 കൊടുത്തു. അതിന് പറഞ്ഞാൽ നമ്മൾ വോയിഡ് പോയിന്റർ ആണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ എന്ന് പറഞ്ഞാൽ ഇൻഡ് സ്റ്റാർ PTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, PTR ഉള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കും, PTR ഉള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡ്രസ് ഓഫ് A ആണ് കിട്ടുക അല്ലെ. അപ്പോൾ അഡ്രസ് ഓഫ് A ആണ് PTR ഉള്ള വാല്യൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഡ്രസ്സുകൾ സെയിം ആണ്. എങ്ങനെ, അപ്പൊ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് എയുടെയും PTRന്റെ അഡ്രസ്സുകളാണ്. എയുടെ അഡ്രസ്സുകളാണ് PTR യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് എയും വഴി നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡ് സ്റ്റാർ PTR എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റിജറിലേക്ക് ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതാ നമ്മൾ പോയിന്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ പോയിന്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്താണ്, ഒരു സ്റ്റാർ കൂടി നമ്മൾ ഔട്ട് സൈഡ് ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് അതിലുള്ള വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വാല്യൂ ഇട്ട് മാത്രമാണ് അത് ഡീറെഫറൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ അഡ്രസ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് മനസ്സിലായി. ഇനി വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിലാ, ഇപ്പൊ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതുക. നമ്മൾ എന്ന് പറഞ്ഞ ഒരു 1000 ഇട്ട് വിചാരിക്കുക. 10,000 മേലെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്രയും ആ വാല്യൂ തന്നെ പ്രിന്റ് ചെയ്തു. അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്റ്റാർ ഇൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. ഇനി ഞാൻ എന്ന് പറഞ്ഞ ഒരു അറേ ആണ് ആക്സസ് ചെയ്യാൻ പോകും.
അറേ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു അറയിൽ ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 10 നമ്പേഴ്സുള്ള ഒരു അറയാണ്. അത് ഞാൻ എന്താ പറഞ്ഞാൽ പോയിന്റർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയിന്റ് ചെയ്യാണ്, ആ അറയിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പ്രിന്റ് ചെയ്യിക്കുകയാണ് ആ അറയിലുള്ള വാല്യൂസ്. നമുക്ക് നോക്കി നോക്കാം പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യുന്നുണ്ട് 10 നമ്പേഴ്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ PTR. ഓക്കെ, ഈ PTR പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്ററിനും പ്ലസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോയിന്റർ അരിത്തമെറ്റിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അതിന്റെ അത്രയും എലമെന്റ്സ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റത്തേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്നത് പോയിന്റ് ചെയ്തിരിക്കുന്നത് 1ലാണ്. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ ഇത്രയും സെക്ഷൻ. ഓക്കെ, ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഫസ്റ്റത്തെ എലമെന്റ്സിൽ പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ന് പറഞ്ഞാൽ ഓരോ പ്ലസ് 1 2 എന്ന് പറയുമ്പോൾ ഓരോന്നിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇതാ, ഇപ്പൊ PR-ന്റെ ഒരു 10ലാണ് വിചാരിക്കുക. ഓക്കെ, 10ലാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്രസെന്റ് കൊടുത്ത്, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10ലാണ് വാല്യൂസ്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ മൈനസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ 10ലാണ് പോയിന്റ് ചെയ്തുള്ളത്, ഇനി മൈനസ് ചെയ്യാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക, കണ്ട, ആദ്യം എന്തായി, 0 10 9. ഓക്കെ, ഇവിടെ I = 0 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കൗണ്ട് കഴിയും, പുറത്തേക്ക് കഴിയും. ഓക്കെ ഓക്കെ, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഓരോ എലമെന്റും ഡിക്രിമെന്റ് ചെയ്ത് വരുന്ന കണ്ടില്ലേ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ട, അപ്പൊ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്ലസ് അല്ലെങ്കിൽ മൈനസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എപ്പോഴും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എലമെന്റിലേക്ക് മാത്രമാണ് പോയിന്റ് ചെയ്ത് എഴുതാറ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് എന്നുള്ളത് എഴുതുന്നത്. ഓക്കെ, പ്ലസ് എന്നുള്ളത് എഴുതുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എന്തായി, കറക്റ്റ് ആയിട്ട് പോയിന്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഇതിലേക്കും ഇൻക്രിമെന്റ് ചെയ്ത് നമുക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂസ് മാറ്റാൻ പറ്റുമോ, വാല്യൂസും മാറ്റാൻ പറ്റും. എങ്ങനെ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പകരം എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ മാത്രം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതാ 6 ആക്കി. ഓക്കെ, 6 ഈക്വൽ എന്നിട്ട് എന്ത് ചെയ്ത് 1000 എന്ന് കൊടുത്ത്, എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, എന്താണ് കണ്ട 1000 എന്നുള്ള വാല്യൂ വന്നത്. അപ്പൊ ഇതാണ് വോയിഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. വോയിഡ് പോയിന്ററിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പറ്റില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ P+++ ചെയ്ത് വിചാരിക്കുക, പ്ലസ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നോർമൽ ആയിട്ടുള്ളത് നമുക്ക് പറ്റില്ല. വേറെ എന്തൊക്കെയോ വേല് അൺപ്രഡിക്റ്റബിൾ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇവിടെ എറർ വരും. പക്ഷെ ഇതിലെന്താ വരാത്തെന്ന് അറിയില്ല. അങ്ങനെ പറ്റില്ല. P++ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിഡ് പോയിന്റർ ആയിട്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സൈസ് എന്താന്നുള്ളത് അറിയില്ലല്ലോ. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് അല്ല, ഇൻറ്റീജർ ആണോ ഏതാണെന്നുള്ളത് സൈസ് ഇല്ല എന്ന് വോയിഡിന്. വോയിഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പിലാത്തതുകൊണ്ട് അതിന് കറക്റ്റ് ആയിട്ട് ഡീറെഫറൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബൈ.